മാരേജ് എന്നുള്ള ആ ഒരു പരിപാടിയോടെ ഒരു താല്പര്യം ഇല്ലാത്ത ഒരു തന്നെ. രാമുൻ എന്നോട് കഴിഞ്ഞ ദിവസം പറയാണ്, ഞാനാണോ നീ എടുക്കാന്ന് വിചാരിച്ച റിസ്ക് ജീവിതത്തിൽ നിന്ന് പുറത്താക്കുക, അതാണ് ഞാൻ എടുത്ത തീരുമാനം. അതെ ഗൈസ്, ബിക്കോസ് വി ആർ ഡിഫറെന്റ് ഇൻ ക്യാരക്ടർ അല്ലേ, അപ്പൊ നമ്മൾ ഒരുമിച്ച് ഇതാന്ന് വലിയ റിസ്ക് അല്ലേ. പക്ഷെ എനിക്ക് പോയിട്ടൊന്ന് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ വർഷങ്ങളോളം വേദനിച്ച ഒരു ടൈം ഉണ്ടല്ലോ, വളരെ ചെറുപ്പത്തിൽ എനിക്കുണ്ടായിരുന്ന എല്ലാ സങ്കടവും എന്റെ ലൈഫ് തീർന്നു, അങ്ങനത്തെ ഉള്ളൊരു പോയിന്റ് വരെ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പോ ഇന്ന് നമ്മുടെ Q&Aയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ എല്ലാരും ചോദിച്ചിരുന്നു, രാമുവിനെ ഇൻക്ലൂഡ് ചെയ്യായിരുന്നു ചേച്ചി, കാരണം കുറച്ച് ചളിയൊക്കെ ഉണ്ടായിരുന്നാണ്. അതുകൊണ്ട് ഇതാ രാമുവിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മള് സെക്കൻഡ് പാർട്ടിനകത്ത്. ഒരുപാട് ചളിയൊന്നും വേണ്ട കേട്ടോ, ഇതിപ്പോ ഭയങ്കര ആവേശമായി. ഇന്ന് ഞാൻ പൊളിക്കുന്നുണ്ട്, കാരണം സപ്പോർട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ, ചളി സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെന്ന് കേട്ടിട്ട് ഇന്ന് ചളി പഠിച്ചു വന്നേക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോ നമ്മള് Q&A ചെയ്യാൻ പോവാണ്. നിങ്ങള് എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് രാവിലെ കുത്തി എണീപ്പിച്ച് എന്നെ കൊണ്ടിരുത്തിയത് അതിന്റെ അകത്ത്. ഞാനാണ് ഉറക്കത്തില്ല. എന്താ ഉറക്കത്തില്? മര്യാദക്ക് സംസാരിച്ചോണം. അപ്പൊ കുറച്ചതേ സെക്കൻഡ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ രാമുണ്ണും കൂടെ പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ്, രാമുണ്ണും കൂടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ രാമുണ്ണ എന്തായാലും ആൻസർ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം കളയാതെ തുടങ്ങാം ഗൈസ്. അപ്പൊ ഇപ്പൊ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി ഞാൻ മാത്രം പരിപാടിയായിരുന്നു. ഇതിപ്പോ കണ്ട് ഇന്നത്തെ പരിപാടി ഉണ്ട്, നല്ല കാമായിട്ട് ഞാൻ പോയ ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് വന്ന നശിപ്പിക്കാനായിട്ട് വന്നോളൂ. അതുപോലെ ഗൈസ്, ഇത്രയും ഫസ്റ്റ് ടൈം നമുക്ക് ഇത്രയും ഒരു Q&A ഒരു ദിവസം കൊണ്ട് ഏകദേശം 1 lakh മേലെ വ്യൂസ് ആയി ഫസ്റ്റ് ഡേ തന്നെ. അപ്പൊ നമ്മുടെ കുറെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവർക്ക് അറിയാൻ കുറച്ചും കൂടെ ആഗ്രഹമുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ സെക്കൻഡ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ഡാൻസ് റുട്ടീൻ ബ്ലോഗ് വേണം കേട്ടോ ചേച്ചി പ്ലീസ്, ഞാൻ എത്ര ഡേയ്സ് ആയി പറയുന്നു എന്ന് പറഞ്ഞിട്ട്. അത് ശരിയാണ്, പറയുന്നുണ്ട് ഡാൻസ് റുട്ടീൻ ബ്ലോഗ് വേണം. ആ ഗൈസ്, അപ്പൊ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും പ്ലാൻ ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, ന്യൂ ഇയർ തുടങ്ങുമ്പോൾ നമ്മൾ എന്തായാലും ഡാൻസ് റുട്ടീൻ ബ്ലോഗ് ചെയ്യാമെന്ന്. ന്യൂ ഇയർ കഴിഞ്ഞിട്ട് എത്ര ദിവസങ്ങളായി. അപ്പൊ നമ്മുടെ ശില്പയുടെ മാരേജിന്റെ കുറച്ച് ബിസി ആയി, അതുകൊണ്ട് മാത്രമാണ് അതിന് കുറച്ച് ഗ്യാപ്പ് വന്നത്, ഐ മീൻ ഡിലേ വന്നത്. അപ്പൊ നമ്മൾ എന്തായാലും ഡാൻസ് റുട്ടീൻ ബ്ലോഗ് അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. ഞാനൊരു കൊറിയോ നിങ്ങൾക്ക് വൃന്ദാർജുൻ ഇട്ടിട്ട് ഞാനത് എന്തായാലും അതിന്റെ റുട്ടീൻ ഞാൻ അർജുനാട് സ്റ്റുഡിയോയില് യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അർജുനാട് സ്റ്റുഡിയോന്റെ യൂട്യൂബ് ചാനലിലായിരിക്കും നമ്മൾ ഡാൻസ് റുട്ടീൻ വ്ലോഗ് വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ അത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പൊ മിസ് ചെയ്യാതിരിക്കുക അപ്ഡേറ്റ്സ്. ഓക്കെ, നമ്മൾ ഉടൻ തന്നെ വേഗം തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയ പുതിയ ഡാൻസുകൾ ഞാൻ നിങ്ങളെ എന്തായാലും പഠിപ്പിക്കുന്നതായിരിക്കും ഗൈസ്. കഴിഞ്ഞ Q&A ഭയങ്കരമായ സംസാരങ്ങൾ. അതെ, കാരണം അത് ഞാൻ പറഞ്ഞത് ഭയങ്കര സൈലന്റ് ആയിട്ട് ഞാൻ മര്യാദക്ക് നല്ല നല്ല ഫ്രെയിം ഒക്കെ വെച്ചിട്ട് കൊണ്ടുപോകുന്നത്. അത് രാമുടെ വന്നു കഴിഞ്ഞാൽ എന്റെ എനർജി കുറച്ചും കൂടെ അപ്പാവും. എന്റെ എനർജി ബൂസ്റ്റർ ആണ് രാമു. രാമു ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. Okay guys, up next question. If you could switch lives with someone for a day, what would it be? ഒന്നുകൂടെ പറയാം. If you could switch lives with someone for a day, who would it be? Who would it be? ആരാവാനാണ്? ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻസ് ഉള്ളല്ലോ. If you could switch lives with someone for a day, what would it be? ശരിക്കും പറഞ്ഞാ ഒരു ദിവസം നിങ്ങൾക്ക്, സോറി പിന്നെ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി. Who would it be? എന്റെ ബൈ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം. ഒന്നുകൂടെ. So guys, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാൻ. എന്തൊരു ഉഷാറില്ലാത്ത എത്രാമത്തെ രാജ്യം ഇതെല്ലാം എടുത്തോണ്ടേക്കുന്നേ. ഒരു ദിവസം നിനക്ക് ആരാവണമെങ്കിൽ ആരാവുന്നല്ലേ ചോദ്യം. അത് ക്വസ്റ്റ്യൻ മര്യാദ പറഞ്ഞില്ല. If you could switch lives with someone for a day, who would it be? Okay, അപ്പൊ എനിക്ക് എന്റെ ക്യാരക്ടർ സ്വിച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറൊരാളെ സ്വിച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാനത് എന്റെ രാമുനെ തന്നെ പറയും. ഈ സാധനം എന്തൊക്കെയാണ് ഒരു ദിവസം ചിന്തിച്ചു കൂട്ടണേന്ന് എനിക്കറിയണം ഗൈസ്. കാരണം നമ്മള് ഗേൾസ് അല്ലേ, നമ്മള് ഒരു സമയത്തിന് പല കാര്യങ്ങളെ പറ്റി ആലോചിക്കും. അതല്ലെങ്കിൽ ഇതാലേക്ക് രാമുൻ എന്നോട് കഴിഞ്ഞ ദിവസം പറയാണ്, ഞങ്ങൾക്ക് ബോയ്സിന് അല്ലെങ്കിൽ ജെന്റ്സിന് വന്നിട്ട് കുറച്ചു നേരത്തേക്ക് ഒന്നും ആലോചിക്കാതെ ഇരിക്കാൻ പറ്റും. നത്തിങ് ബ്രെയിൻ. യെസ്, ആ ഒരു കോൺസെപ്റ്റ് എന്നോട് പറഞ്ഞു. ഒന്നും ആലോചിക്കാതെ കുറച്ചു നേരം ഇരിക്കാൻ പറ്റുമെന്ന്. അപ്പൊ അപ്പൊ എനിക്കൊന്നും അറിയാൻ ഭയങ്കര താല്പര്യം, എങ്ങനെയാണ് ഈ ഒന്നും ആലോചിക്കാതെ കുറച്ചു നേരം ഇരിക്കാൻ പറ്റാന്നുള്ളത്. ബിക്കോസ് എന്റെ മൈൻഡിൽ എപ്പോഴും റാണ്ട് പല കാര്യങ്ങളായിരിക്കും വരുന്നോണ്ടിരിക്കുന്നത്. അപ്പൊ അതൊന്നും ഇല്ലാതെ എനിക്കും കുറച്ചു നേരം കുറച്ച്
ശാന്തി മോഡിലിരിക്കണം. അത് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയണം. സോ ഓഫ് കോഴ്സ് ഞാൻ സ്വിച്ച് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ അതിന്റെ രാമുനെ തന്നെയായിരിക്കും. വാട്ട് അബൌട്ട് യു? അങ്ങനെ ഞാൻ നിന്നെ വെക്കും. എനക്കറിയണം എന്താണ് അത് ഇതില്ലേ അതവിടെ പോയി മറ്റേ നാളെ 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 കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു മനുഷ്യനെ എങ്ങനെ പെട്ടക്കാൻ പറ്റുന്ന എനിക്ക് മനസ്സിലാവാത്ത ഒരു സമയം. ഇതാണോ പ്ലാനിങ് എന്നെല്ലാം പറഞ്ഞ ഒരു സിസ്റ്റമാറ്റിക്കൽ. ഇത് ഇതെടുത്ത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എല്ലാത്തിലും കൊണ്ടുപോകും. ഞാനില്ലേ ഒരു സാധനം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് എടുത്തോണ്ട് പോകുമ്പോഴേക്കും അയ്യോ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അതവിടെ വെച്ച് അങ്ങനത്തെ വീഡിയോസ് ഉണ്ടല്ലേ. അഫ്കോഴ്സ് ഞാൻ അങ്ങനെയാണ്. അപ്പൊ അതിനെ പറ്റി തന്നെ ആയിരിക്കുമല്ലോ എന്റെ ആലോചനകൾ. ഇങ്ങനെ റാൻഡം ആയിട്ട് വന്നോണ്ടിരിക്കും. സോ രാമുൻ എന്നെ ആവണം, എനിക്ക് രാമുനെ നോക്കാം. ചെയ്യാം. ഞാൻ ആവുമ്പോൾ ഞാൻ നന്നായിട്ട് നല്ല കുട്ടപ്പനായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് സുന്ദരപ്പനായിട്ട് ഞാൻ നടക്കാം. അതായത് ഒരു ബ്ലാക്ക് മുണ്ടുണ്ട്, ആ ബ്ലാക്ക് മുണ്ട് ഞാൻ ആദ്യം കത്തിച്ചളയും. അതാണ് രാമു ആയി കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത്. രാമു ഞാനായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യല്ലേ? നീ ആയി കഴിഞ്ഞാല് നീ ആയി കഴിഞ്ഞാൽ ഒന്ന് വെറുതെ ഇരിക്കും. എന്റെ മോനെ, നിന്റെ ബോഡിക്ക് ഒരു റെസ്റ്റ് കൊടുക്കും ഒരു സമയത്തെങ്കിലും. പെട്ടപ്പെന്നെല്ലാം പറഞ്ഞോണ്ടല്ല, ചുമ്മാ പറയാണ്. ഞാൻ അത്യാവശ്യം ആവശ്യത്തിന് പോലും റെസ്റ്റ് ഇല്ലേ വെക്ക്. ഇങ്ങനെ എന്തിനാന്ന് വെച്ച് വെക്കും അറിയില്ല, ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോവാം. അപ്പൊ ഗൈസ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലക്ഷ്മി. അയ്യോ, നമ്മൾ ബാക്കി രണ്ടും ചോദിച്ചേക്കുന്നവരുടെ പേര് പറഞ്ഞിട്ടില്ല, സോറി കേട്ടോ. ആദ്യത്തെ ചോദിച്ചേക്കുന്നത് കാവ്യ, രണ്ടാമത്തെ ചോദിച്ചേക്കുന്നത് മീരു. എന്താന്നറിയില്ല. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ ബിഗ്ഗസ്റ്റ് റിസ്ക് അല്ലേ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ റിസ്ക്, അത് വേർത്ത് ആയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് അപ് ടു ഡേറ്റ് ആസ് ഓഫ് നൗ എന്ന് പറയുന്നത് രാമു തന്നെയാണ്. ബിക്കോസ് എന്നോട് ഒരു ഇത്തിരി പോലും സ്നേഹം കാണിക്കാതെ ഒരു ഇത്തിരി പോലും കെയറിംഗ് ഉണ്ടായിരുന്നു, അത് വേറെ വിഷയം. പക്ഷെ ഇഷ്ടമാണെന്നുള്ള ഒരു സാധനം പോലും എനിക്ക് കല്യാണത്തിന്റെ മുന്നേ തന്നിട്ടില്ല. ഐ മീൻ അങ്ങനെയല്ല, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആയിരുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിക്കണം, ശരിക്കും എന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ വിചാരിക്കണം, ഓക്കെ മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ മൈൻഡ് ചെയ്യാത്ത ഒരാളായിരിക്കും എന്റെ കൂടെ എന്നെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഒന്നുണ്ട് അങ്ങനെ സ്നേഹം എക്സ്പ്രസിങ് അങ്ങനത്തെ ഒരാളായിരിക്കില്ല എന്ന് വിചാരിച്ചായിരുന്നു ഞാൻ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ. പക്ഷെ എന്നാലും എനിക്ക് അവനോടുള്ള ഭ്രാന്തമായ സ്നേഹം കൊണ്ട് ഞാൻ ആ റിസ്ക് ഏറ്റെടുത്തു. എന്ത് കല്യാണം കഴിക്കാന്നുള്ള റിസ്ക്. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ പിന്നെ എന്റെ പൊന്നങ്ങ് ആകെ മാറി. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ റിസ്ക് ഇവനെ പോലെയുള്ള ഒരു കുരുത്തം കെട്ടവനെ സഹിക്കാന്നുള്ള ആ ഒരു റിസ്ക് ഞാൻ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതെ ഗൈസ്, ബിക്കോസ് വി ആർ ഡിഫറെന്റ് ഇൻ ക്യാരക്ടർ അല്ലേ? അപ്പൊ നമ്മൾ ഒരുമിച്ച് ഇതാന്ന് വലിയ റിസ്ക് അല്ലേ? ഇപ്പൊ ഞാൻ നിനക്ക് വേണ്ടിയിട്ടിരിക്കുന്ന എഫേർട്ട് ഈ ചോദ്യം കേട്ടപ്പോളെ എന്താ റിസ്ക് എന്ന് എല്ലാവർക്കും മനസ്സിലായിക്കാണ്. ഞാൻ വെറുതെ അതിന് ഉത്തരം പറയേണ്ട ആവശ്യം കൂടി ഇല്ല. നീ ഉദ്ദേശിച്ച എന്നല്ലേ? നിനക്ക് പോലും അങ്ങനെ മനസ്സിലായോ? ഞാനാണോ നീ എടുക്കാന്ന് വിചാരിച്ച റിസ്ക്? എന്തുകൊണ്ടാണ് നിനക്ക് ആ റിസ്ക്, ഞാനൊരു റിസ്ക് നിനക്ക് തോന്നിയതിന്റെ റീസൺ എന്താണ്? റിസ്ക് എനിക്ക് റിസ്ക് സാപ്പിടണം. ഞാൻ പറഞ്ഞ രാവിലെ തന്നെ വിളിച്ചടിപ്പിക്കണ്ട ചളിമാരി ഇവിടെ. പറ, എന്തിനാ നീ റിസ്ക് തിന്നാ? ഞാനെന്ന റിസ്ക് നീ എന്തിനാ തിന്നത്? പറ, എനിക്ക് പറയണം. ഞാൻ റിസ്ക് ആയിരുന്നല്ലേ? ഈ Q&A ഇതോടുകൂടി ഞങ്ങൾ നിർത്തി വെച്ചിരിക്കുന്നത്. റിസ്ക് എടാ, നീ ആദ്യത്തെ പാട്ട് മര്യാദ എടുത്തില്ലേ? അതിലെ ആദ്യത്തെ പാട്ടേക്ക് മര്യാദ എടുക്കണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കി. ഓക്കെ ഗൈസ്, പക്ഷെ വേർത്തായിരുന്നോ? അതറിയണല്ലോ. അറിയണമല്ലോ. ഇനി എന്താ അറിയാനായിട്ട്? തുടങ്ങിട്ടല്ലേ ഉള്ളൂ. പോടാ, ഇതിനോട് ചോദിക്കണ്ട. ഇത് എന്റെ Q&A ആണ്, ഞാൻ ഉത്തരം പറഞ്ഞു. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് എനിക്ക് അറിയുന്നില്ല. അല്ല, ഞാനും ചോദിക്കുന്നത്. നീ ഉത്തരം പറഞ്ഞ് ഞാൻ ഇങ്ങനെ കാണാൻ പറ്റിരുന്ന പിന്നെ മൊബൈൽ നോക്കി ഇരുന്നാ പോരെ. അപ്പൊ ഞാനാണ് രാമുവിന് എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ റിസ്ക് അല്ലേ? അല്ല, റിസ്ക് രാമുട്ട തമാശ വിട്, കാര്യം പറ. രാമുട്ട ലൈഫിൽ എടുത്തിരിക്കുന്ന ആ ഒരു റിസ്ക് അത് വേർത്ത് ആണോ എന്ന് പറയുന്നത് എന്ത് സംഭവമാണ്? ഓക്കെ, ഞാൻ എടുത്ത റിസ്ക് എന്ന് പറയുന്നത് മാരേജ് തന്നെയാണ്. മാരേജ് എന്ന് പറയുന്നത് നിനിയായിട്ടുള്ള കല്യാണം എന്നല്ല ഉദ്ദേശിച്ചേ. എനിക്ക് മാരേജിന് എനിക്ക് പല മനസ്സിലായി. ശരിയാണ്, രാമുട്ടൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ട് മാരേജ് എന്ന് പറഞ്ഞ സിസ്റ്റത്തോടെ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ലിവിങ് ടുഗദർ ആയിട്ട് മതി. കാരണം മാരേജ് എന്ന് പറയുന്ന ഒരു വലിയൊരു കമ്മിറ്റ്മെന്റ് ആണ്.
ആ ഒരു കമ്മിറ്റ്മെന്റ് എത്രത്തോളം എനിക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല. പിന്നെ മെയിൻ ആയിട്ട് എന്റെ ഒരു ക്യാരക്ടർ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ മാരേജ് എന്നുള്ള ആ ഒരു പരിപാടിയോടെ ഒരു താല്പര്യം ഇല്ലാത്ത ഒരുത്തനാണ് ഞാൻ. പിന്നെ എന്തുകൊണ്ട് താങ്കൾ ആ ചലഞ്ച് ഏറ്റെടുത്തു അത് പറയൂ. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ കൺവിൻസ് ചെയ്ത രീതി ഉള്ള എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജെൻസ് അല്ലെങ്കിൽ ബോയ്സ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കല്യാണം എന്ന് പറയുന്നത് വലിയൊരു സംഭവം ഒന്നുമല്ല. പക്ഷെ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ ചെറുപ്പം മുതലേ അവരൊരു ട്രീറ്റ് ചെയ്ത രീതിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളത് എന്തുവേണം ചെയ്തോ, കല്യാണം കഴിഞ്ഞിട്ട് അത് ചെയ്തോ. എല്ലാവർക്കും ഇല്ല കേട്ടോ, ചില ആൾക്കാർക്ക് ചില പെൺകുട്ടികൾക്ക് മാത്രം അങ്ങനെ ഒരു സംഭവം ഫീൽ ചെയ്യാറുണ്ട് വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിരിക്കാം. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് എന്തുവേണമെങ്കിലും ആയിക്കോ, കല്യാണം കഴിച്ചിട്ട് നീ ചെയ്തോ അങ്ങനെ പറയുന്ന ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ സോളോ ആയിട്ട് ട്രാവൽ ചെയ്യാം, പിന്നെ എന്താ കുറച്ചും കൂടെ പല സ്ഥലങ്ങളിൽ പോകാം, രാമൂണ്ണായിട്ട് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കല്യാണം പറ്റി രാമൂണ്ണെ കൺവിൻസ് ചെയ്തെടുത്തത്. അതുകൊണ്ടാണോ രാമൂട്ട നീ റിസ്ക് എടുത്തത്? എനിക്ക് വേണ്ടിയാണോ നീ റിസ്ക് എടുത്തത്? മുത്തട നീ. ഓക്കെ മതി റിസ്ക്. ഓക്കെ നമുക്ക് റിസ്ക് മാറ്റി വെക്കാം. ഓക്കെ അപ്പൊ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇഫ് യു ഗോ ബാക്ക് ഇൻ ടൈം ആൻഡ് ഗിവ് അഡ്വൈസ് ടു യുവർ യങ്ങർ സെൽഫ് വാട്ട് വുഡ് ഇറ്റ് ബി എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ എന്റെ യങ്ങർ സെൽഫിനോട് പറയും ഒരു പെയിനും പെർമനന്റ് അല്ല എന്നുള്ള ആ ഒരു സംഭവം ഞാൻ പറഞ്ഞു കൊടുക്കും. ദിസ് ടു ഷാൾ പാസസ് എന്നുള്ള ഞാൻ ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കും. കാരണം വളരെ ചെറുപ്പത്തിൽ എനിക്കുണ്ടായിരുന്ന എല്ലാ സങ്കടവും എന്റെ വലിയ ലൈഫിലുണ്ടായ ബിഗ് ട്രാജഡി പോലും ഞാൻ വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇത് ലൈഫ് ലോങ് വരെ എനിക്ക് ഉണ്ടാകും, എനിക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല, ചിരിക്കാൻ പറ്റില്ല, എന്റെ ലൈഫ് തീർന്നു, അങ്ങനത്തെ ഉള്ളൊരു പോയിന്റ് വരെ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ സമയത്തൊക്കെ വിചാരിച്ചത് കഴിഞ്ഞു അല്ല അങ്ങനെ വിചാരിച്ചു. പിന്നീട് എനിക്ക് എന്റെ ബൈ എക്സ്പീരിയൻസിലൂടെയും എന്റെ ലൈഫിൽ എനിക്കുണ്ടായ കുറച്ച് ഇൻസൈറ്റ്സിലൂടെ ഞാൻ മനസ്സിലാക്കിയെടുത്തത് നോക്കി ഇതിവിടെ കഴിഞ്ഞിട്ടില്ല, പുതിയൊരു ലൈഫാണ് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഒരു പരീക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. എന്റെ പെയിന് ഞാനൊരു ടേണിംഗ് പോയിന്റ് ആണെന്ന് പിന്നീട് മനസ്സിലാക്കുകയാണ് ചെയ്തത്. അത് പക്ഷേ ബൈ എക്സ്പീരിയൻസ്, ബൈ കോഴ്സ് ഓഫ് ടൈം, ബൈ ഇയേഴ്സ് വഴിയാണ് എനിക്കത് മനസ്സിലായത്. പക്ഷെ എനിക്ക് പോയിട്ടൊന്ന് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ വർഷങ്ങളോടെ വേദനിച്ച ഒരു ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് ഞാൻ പോയി പറയും ഒരു വിഷമം പെർമനന്റ് അല്ല, ഇതൊക്കെ ഓക്കെ ആകും, നിനക്കിത് പറ്റും എന്നുള്ളത് ഞാൻ എന്റെ യങ്ങർ സെൽഫിനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളതാണ്. അല്ലേ ഞാൻ മുന്നാണെങ്കിൽ എന്ത് ചെയ്യും? യങ്ങർ സെൽഫിനോട് പോയിട്ട് പല പഠിക്കുമ്പോ എന്ത് പറയുന്ന പറയടി. ഞാൻ എന്നോട് പ്രത്യേകിച്ചൊന്നും ഞാൻ ചില്ലാണ് സ്കൂൾ മതിയടാ. ഞാൻ പണ്ടാണ് ഞാൻ എങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെ തന്നെ നിക്കത്തുള്ളൂ എന്നല്ലേ, വേറൊന്നും പറയത്തില്ല. ഞാൻ വിചാരിച്ചു എടാ വേഗം നീ കൊച്ചിയിലേക്ക് പോടാ. അത് ഓർമ്മിപ്പിച്ചേ ഞാൻ അപ്പോഴേ പറഞ്ഞു നിന്നോട് ആരുടെ MBA പഠിക്കാൻ പോകാൻ പറഞ്ഞ തിരിച്ചു പോടാതെ പറഞ്ഞ ഇപ്പോൾ നിന്നെ ഞാൻ ഓക്കെ ഒക്കെ എടുത്തല്ലേ. അതെ എന്താണ് യങ്ങർ സെൽഫ്, ഞാൻ ഉദ്ദേശിച്ചത് യങ്ങർ സെൽഫിനോട് ഇവിടെ ഞാൻ പറയും മോനെ എടാ നിന്റെ സ്ഥലം ഈ കണ്ണൂരൊന്നല്ലടാ, നീ കൊച്ചിയിലല്ലോ, നീ വേഗം നീ കൊച്ചിയിലേക്ക് പോ, അവിടെ ചെന്നിട്ട് ആ പെങ്കൊച്ചിന്റെ അടുത്ത് പോയിട്ട് നീ ഇഷ്ടമെന്ന് പോറാന്നൊക്കെ പറഞ്ഞു. നീ എന്ത് തേങ്ങയാണ് തേങ്ങ പറഞ്ഞ നിന്റെ അടുത്ത് എന്റെ ചെറിയ ഞാൻ MBA പോകുന്ന എന്നെ കാണാൻ ഞാൻ അടിച്ചിട്ട് മര്യാദക്ക് കമ്പനി നടത്തിക്കൊണ്ടിരുന്നത് പോടാ, നിന്നോടാണ് MBA പഠിക്കാൻ പറ്റും, പോടാ ബാംഗ്ലൂർ തിരിച്ചു പോടാന്ന് പറഞ്ഞ് പറഞ്ഞേച്ചേ. അടുത്ത ചോദ്യാണ് രമ്യ asked the question like how do you practice self care and prioritize your mental health എന്ന് ചോദിച്ചിട്ടുണ്ട്. മെന്റൽ ഹെൽത്ത് മെന്റലാണ് സെൽഫ് കെയർ ആൻഡ് മെന്റൽ ഹെൽത്ത് അല്ലേ രാമൂട്ട? സെൽഫ് കെയർ മെന്റൽ ഹെൽത്തിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിനാണ് ഞങ്ങൾ വീട് തന്നെ മാറിയിരിക്കുന്നത്. ഓക്കെ, അതായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ഒരു സ്ഥലം എങ്ങനെയുണ്ടെന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ആഗ്രഹം അല്ലേ. നമ്മളിപ്പോ പാരന്റ്സിന്റെ തണലാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഈ ഒരു ഏജ് എത്തിയെങ്കിലും അത് ശരിയാണ്, അത് അതിന്റെ ഗുഡ് തിങ്സ് അല്ലേ, അതതിന്റെ കംഫർട്ട് സോൺ. ഈ കൊരകൻ എന്നോട് പറഞ്ഞത് എടാ നീ സുഖമായിരുന്നാ, ഇവനെന്ത് കൊള്ളാല കംഫർട്ട് സോണാണ്. എന്നോട് പറയണേ പോലും നമ്മൾ കംഫർട്ട് സോണിലാണ്, നമ്മൾ നമ്മുടെ കാലിലെത്തിയിട്ട് നമ്മുടെ ലൈഫ് അങ്ങനെയൊക്കെ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കണ്ടേ, എങ്ങനെയുണ്ട് നമുക്ക് നോക്കണ്ടേ, സെറ്റ് ആവൂലേ, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് വീട്ടിൽ വെച്ചിട്ട് എന്നെ ഇപ്പൊ അടുക്കള പണി
അപ്പൊ അതാണ് ഗൈസ്, അതായത് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് കെയർ. ലൈക്ക് നമ്മളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ, നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് മാത്രമല്ലല്ലോ, നമ്മൾ വേറെ പല കാര്യങ്ങളിലും അല്ലേ, നമുക്ക് നമ്മൾ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യുമോന്നൊക്കെ ഉള്ളത് അറിയണ്ടേ. നിങ്ങൾക്ക് അറിയാമായിരുന്നു ഞാൻ ഇത്ര അടിപൊളിയായിട്ട് മോരുകറി ഉണ്ടാക്കും, ബിരിയാണി ഉണ്ടാക്കും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ അറിയാൻ പറ്റിയില്ലേ? ആൻഡ് എനിക്കും അറിയില്ലായിരുന്നു എനിക്കും അറിയില്ലായിരുന്നു. പിന്നെ രാമു ആസ് എ പാർട്ട്ണർ ഒരു 2 ആള് മാത്രമുള്ള സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒറിജിനൽ സ്വഭാവം കാണിക്കുന്നത് അല്ലേ. നമ്മുടെ പാരന്റ്സ് ഒക്കെ ഉള്ള സമയത്ത് ഇവൻ നല്ല അടിപൊളി പരിഭവങ്ങളുടെ സ്വഭാവം കാണിച്ചതാണോ നമുക്കറിയണ്ടേ. പക്ഷെ അതല്ല, ഇവനിലുള്ള ആ ഒരു പാർട്ട്ണർ എന്നുള്ളൊരു സാധനം എന്താന്ന് മനസ്സിലാക്കാനായിട്ട് തന്നെയാണ് വീട് എന്നായിക്കൊള്ളാം. രസമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. ആസ് ഒരു പാർട്ട്നേഴ്സ് തമ്മിൽ മാത്രമായിട്ടുള്ള ഒരു ലൈഫ്, അത് അറിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ പാർട്ട്ണർ എങ്ങനെയാണ്, നിങ്ങൾക്ക് സെറ്റാണോ ഓക്കെ ആണോ എന്നൊക്കെ അറിയാമെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്യണം, നന്നായിരിക്കും. സോ സെൽഫ് കെയറിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ അങ്ങനെ ഒരു തീരുമാനം എടുത്തതും. ആൻഡ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു വർഷം സെൽഫ് കെയർ ഒറ്റയ്ക്കുള്ള 2 പേരാണ്. പക്ഷെ ഞാൻ എന്നെ ഇത്ര കെയർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ബിക്കോസ് ഞാൻ എന്റെ കാര്യങ്ങൾ സർവൈവ് ചെയ്യൽ ഭക്ഷണം ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഇവരും കൂടെ ഉണ്ടാക്കി കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. പിന്നെ രാമോഹൻ ഇതിന് പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് വീട് മാറി താമസിക്കാൻ പറ്റും. ഇങ്ങനെ കെട്ടിപ്പോയില്ലേ, അതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കോൺസെപ്റ്റ് ഉണ്ട്, ഇപ്പൊ ഇങ്ങനെ കോൺസെപ്റ്റ് ഉണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫുകൾ തമ്മില് വേറെ 2 വില്ലകളിൽ താമസിക്കും. എന്തോ അതിനെ പറയാ, ഡിവോഴ്സ് അല്ല, എന്തോ ഒരു ടൈം ഉണ്ട്. നമുക്കിത് പിന്നീട് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പൊ വീട് മാറിയിട്ടാക്കോ 2 മാസമല്ലേ ആയിട്ടുള്ളൂ. ഇത് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് ഏകദേശം ഒരു തീരുമാനമാകും ഇനി സെൽഫ് കെയർ മാത്രം മതി. അപ്പൊ നമുക്ക് അങ്ങനെ താമസിക്കാം. മെന്റൽ ഹെൽത്ത് ഓഫ് കോഴ്സ് ഞാൻ ഈ വർഷം തീരുമാനിച്ചിരിക്കുന്നത് എന്റെ കാര്യങ്ങൾ, എന്റെ ഒരു മെന്റൽ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യണം. അതായത് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ സിറ്റുവേഷൻസിനെ എല്ലാം മാക്സിമം നമ്മൾ അതിനെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അത് പുറത്താക്കണം. അതുകൊണ്ട് ഞാനും ആ തീരുമാനം എടുത്തിരിക്കുകയാണ്. നെഗറ്റീവ്സിനെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുക, അതാണ് ഞാൻ എടുത്ത തീരുമാനം. അടുത്ത ഭാഗത്ത് പിന്നെ ഒരു ബ്രേക്ക് ഒന്ന് കൊന്നിട്ട് വരാം.